ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൂത്രത്തിലെ ഇൻഫെക്ഷൻ വളരെ എളുപ്പത്തിൽ തടയാൻ സഹായിക്കുന്ന ഒരു 4 ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ ഒ പിയിൽ വരുന്ന ഒരു സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഒരു 10 പേരെടുത്താൽ 8 പേർക്കെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇനി വരുന്ന വേനൽക്കാലത്ത് അല്ലെങ്കിൽ നോമ്പ് കാലത്ത് നമുക്ക് ഈ ഒരു മൂത്രത്തിൽ പഴുപ്പിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് നേരിടാം, എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ ഒരു പേഷ്യൻ്റ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നിരന്തരം മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് കാരണം ഇനി എങ്ങനെ ഈ ഒരു ചൂടുകാലം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ആശങ്കയായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികൾ ഒക്കെ ഈ ഒരു മൂത്രത്തിൽ കടച്ചിൽ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള 4 ടിപ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ടാണ് മൂത്രത്തിൽ കടച്ചിൽ വരുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തുക. പല കാരണങ്ങൾ കൊണ്ട് വരും, ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം കണ്ടെത്തി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ മൂത്രത്തിൽ കടച്ചിൽ കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു ടിപ്പ്, നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ കഴിക്കേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെള്ളത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് വെള്ളം ഒരുപാട് കുടിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് മൂത്രത്തിൽ പഴുപ്പ് മാറുന്നില്ല. എന്തുകൊണ്ടാണ്? വെള്ളം ആവശ്യത്തിന് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് കുടിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഡോക്ടറോട് കണ്ട് മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാർണിംഗ് സൈൻസ്. പ്രത്യേകിച്ച് മൂത്രത്തിൽ പഴുപ്പൊക്കെ നിരന്തരം വരുന്ന ആളുകൾക്ക് ചില വാർണിംഗ് സൈൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം, അതിനെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളാണ് നാലാമത്തെ ഒരു ടിപ്പായി പറയുന്നത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാനും വന്ന് നിരന്തരം വരുന്ന ആളുകൾക്ക് അത് മറികടക്കാനും കൂടെ സഹായിക്കുന്ന ഒന്നാണ്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. മൂത്രത്തിൽ പഴുപ്പ് ഇന്ന് ഒരുപാട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒന്നാണ്. പുരുഷന്മാരിലും കാണുന്നുണ്ട്, പക്ഷെ ഇന്ന് വളരെ കോമൺ ആയിട്ട് 80% കേസുകളും നമ്മൾ സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഇതിന് പ്രധാന കാരണങ്ങളായിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പായിട്ട് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് നിരന്തരം വരുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടെത്തണം. പലപ്പോഴും സ്ത്രീകളിൽ ഇത് വരാൻ കാരണം അവർ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ, പ്രത്യേകിച്ച് മെൻസ്ട്രൽ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന പാഡുകൾ, അല്ലെങ്കിൽ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടെ വരാം. അപ്പോൾ ഓരോ കാരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് നിരന്തരം വരുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം ഒറ്റ പ്രാവശ്യം വന്ന് പോകുന്നൊരു മൂത്രത്തിൽ പഴുപ്പാണെങ്കിൽ അത് വല്ലാതെ പ്രശ്നക്കാരനല്ല. പക്ഷെ ഓരോ മാസവും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീരിയഡ്സിൻ്റെ സമയത്തും ഈ മൂത്രത്തിൽ പഴുപ്പ് വരുന്നുണ്ട്, യാത്ര ചെയ്താൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാരണം നമുക്കറിയാം, മൂത്രനാളി. നമുക്ക് സ്ത്രീകളിലുള്ള മൂത്രനാളി വളരെ ചെറുതാണ്, നീളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തു നിന്നും ഇൻഫെക്ഷൻസ് അകത്തേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ നമ്മുടെ മൂത്രനാളിയും മലദ്വാരവും അതുപോലെ തന്നെ യോനി ഭാഗമൊക്കെ വളരെ അടുത്തടുത്ത് കിടക്കുന്ന ഓരോ സ്ട്രക്ചറുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഗത്തും എത്താൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുറീത്ര, അതായത് മൂത്രനാളിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യോനി ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം പല സ്ത്രീകളിലും വളരെ ചുവപ്പ് കളറിലൊക്കെ യോനി ഭാഗം കാണാറുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല സ്ത്രീകളിലും. അപ്പോൾ ആ ഇൻഫെക്ഷൻ കാരണം, അല്ലെങ്കിൽ നമ്മുടെ മലദ്വാരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ സ്ത്രീകൾക്ക് നമുക്ക് മൂത്രനാളിയിലേക്ക് ഇൻഫെക്ഷൻസ് വരാം. ബ്ലാഡറിലേക്ക്, മൂത്രസഞ്ചിയിലേക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കയറി അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, മൂത്രമൊഴിക്കുമ്പോൾ ഒരു പുകച്ചിലും കടച്ചിലും നീറ്റലും അനുഭവപ്പെടുക, മൂത്രം കംപ്ലീറ്റ് പോവാത്ത ഒരവസ്ഥ വരിക. ചിലപ്പോൾ ഈ വേദന കാരണം ആ സ്ത്രീകൾക്ക് ഇരിക്കാൻ പോലും, മര്യാദക്കൊന്നും ഇരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ പല ആളുകളിലും കണ്ടുവരുന്നുണ്ട്. ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടാവും, പക്ഷേ വെള്ളം കുടിച്ചാലും ഈ ഒരു ഇൻഫെക്ഷൻസ് പോവാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് കണ്ടുവരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാരണമായിട്ട് വരുന്നത്, പലപ്പോഴും ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് കാരണം പലപ്പോഴും മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി വരാം.
അതായത് നമ്മൾ സ്ത്രീകളിൽ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് സാനിറ്ററി പാഡുകൾ, കോട്ടൺ അല്ലാത്ത പാഡുകൾ ഒരുപാട് നേരത്തേക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ മൂത്രനാളിയിലേക്ക് കയറാം. അതുപോലെ തന്നെ നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്ന ആളുകൾ പല ഫ്രാഗ്രൻസിലുള്ള പല സ്മെല്ലിലും അതുപോലെ തന്നെ കളറിലൊക്കെ ഉള്ള പല കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കയറാം. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ മറ്റ് വജിനൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന പല വാഷുകൾ, വി വാഷ് പോലെയുള്ള പല പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കാരണം അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് കാരണം ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിട്ട് ഇവർക്ക് ഈ യോനി ഭാഗത്ത് അല്ലെങ്കിൽ മൂത്രനാളിയിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് ഈസ്ട്രജൻ്റെ അളവ് കുറയും. അവർക്ക് മെനപ്പോസ്, അതായത് ആർത്തവ വിരാമം എത്തിയ സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് കാരണം ഈ ഒരു നമ്മുടെ യോനി ഭാഗത്തുള്ള ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ കട്ടി കുറയും. അതുവഴി പെട്ടെന്ന് ഇവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീകളിലാണെങ്കിൽ പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം ഈ ഒരു ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണ്. പല സ്ത്രീകളും ഈ സമയത്തൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും, ആൻറ്റിബയോട്ടിക്സുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ടൊന്നും റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. അതിന് അവരുടെ പ്രധാന കാരണം ഈ ഹോർമോണൽ ചേഞ്ചസ് ആണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനാവശ്യമായിട്ടുള്ള ഹോർമോണൽ റീപ്ലേസ്മെൻറ്റിനുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഫെക്ഷന്, അതുപോലെ നമ്മൾ പറഞ്ഞ ഈ ഒരു അലർജിക് റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഈ ഒരു ആർത്തവ വിരാമം എത്തിയ സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ഈ ഇൻഫെക്ഷൻസ് കാണപ്പെടാം. പരമാവധി നമ്മൾ ഒരു പരിധിവരെ ആളുകളിൽ കണ്ടുവരുന്നത്, കോമൺ ആയിട്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് പഴുപ്പ് കാണും. യൂറിൻ പസ് സെൽസ് എന്ന് പറഞ്ഞ പഴുപ്പിൻ്റെ കോശങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുക. അതിന് വേണമെങ്കിൽ ഡോക്ടർ സഹായം തേടി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇതിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണ ഒരു യൂറിൻ റുട്ടീൻ ലാബിൽ പോയി ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. നിങ്ങൾക്ക് സ്വയം അത് കണ്ടെത്താവുന്നതാണ്. ലാബിൽ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താവുന്നതാണ്. പിന്നെ ചില കേസുകളിൽ ഡോക്ടറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസുകളിൽ യൂറിൻ കൾച്ചറും ഡോക്ടർ ചെയ്യാൻ പറയാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ചില കേസുകളിൽ അത് യൂറിൻ്റെ ഇൻഫെക്ഷൻ കാരണമാണോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണോ ഈ ഇൻഫെക്ഷൻ വരുന്നത് എന്നൊക്കെ അറിയാൻ യൂറിൻ കൾച്ചർ ചെയ്യിപ്പിക്കാറുണ്ട്. ചില കേസുകളിൽ നമ്മളെ യോനി ഭാഗത്തുള്ള ചില ഡിസ്ചാർജ് കാരണം അല്ലെങ്കിൽ ചില ദ്രാവകങ്ങളൊക്കെ കാരണം ഈ യൂറിനിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഇൻഫെക്ഷൻ ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ യൂറിൻ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് എക്സാക്റ്റ് അതിൻ്റെ എന്ത് ബാക്ടീരിയ കൊണ്ടാണ് ഇവർക്ക് ഇൻഫെക്ഷൻ നിരന്തരം വരുന്നത് എന്ന് മനസ്സിലാക്കാനും അതുവഴി മരുന്നുകളൊക്കെ മാറ്റി കൊണ്ടുവരാനും ഒരു ഡോക്ടറെ സഹായിക്കുന്നത് ഈ യൂറിൻ കൾച്ചറാണ്. യൂറിൻ റുട്ടീൻ നിങ്ങൾക്ക് ഒരു ലാബിൽ പോയി സ്വയം പരിശോധിക്കാം. ആവശ്യമായിട്ടുള്ള കേസുകൾ, ഡോക്ടറെ കാണിക്കുന്ന കേസുകളൊക്കെ ആണെങ്കിൽ യൂറിൻ കൾച്ചറും നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില കേസുകളിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന കേസുകളിൽ പ്രത്യേകിച്ച് മൂത്രത്തിലൊക്കെ രക്തം കണ്ടുവരിക അല്ലെങ്കിൽ മൂത്രം തടസ്സം അനുഭവപ്പെടുക, അത്തരത്തിലുള്ള ചില വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് ലക്ഷണങ്ങളായിട്ട് വരുന്ന ചില കേസുകളിലൊക്കെ നമ്മൾ സ്കാനിങ് ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്രസഞ്ചിക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അവിടെ കല്ല് രൂപപ്പെട്ടിട്ടുണ്ടോ. ഒരുപാട് കാലം മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്ന ആളുകൾക്കൊക്കെ കല്ല് രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ആ കല്ല് വന്നിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും മൂത്രസഞ്ചിക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ ചില കേസുകളിൽ അൾട്രാസൗണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. മറ്റ് ചില കേസുകളിൽ മൂത്രസഞ്ചിയിലേക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന സിസ്റ്റോസ്കോപ്പി പോലെയുള്ള സ്കാനിങ്ങും റെയർ കേസുകളിൽ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു രോഗിക്ക് ഏറ്റവും സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ടെസ്റ്റാണ് മൂത്രം നമ്മൾ ലാബിൽ പോയി കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വാങ്ങി അത് നോക്കുന്ന കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് തന്നെ, ഒരു രോഗിക്ക് തന്നെ മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കാനും കൂടെ പറ്റും. ഈ രണ്ടാമത്തെ ഒരു ടിപ്പ്, നമ്മൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലായി, അല്ലെങ്കിൽ ഇത് മൂത്രത്തിൽ പഴുപ്പാണ് അല്ലെങ്കിൽ മൂത്രത്തിൽ കൾച്ചർ ചെയ്തപ്പോൾ ബാക്ടീരിയ ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതികളാൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക.
പ്രത്യേകിച്ച് മൂത്രത്തിൽ പഴുപ്പൊക്കെ നിരന്തരം വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുടെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ആ ഒരു കിഡ്നി, അതുപോലെ തന്നെ മൂത്രസഞ്ചി, മൂത്രനാളി അടങ്ങിയ ഒരു സിസ്റ്റത്തിലൊക്കെ നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ലാക്ടോബാസിലസ് എന്ന് അടങ്ങിയിട്ടുള്ള ഒരു നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഇത്തരം ആളുകൾ കഴിക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് പുളിയില്ലാത്ത തൈര്, മോര്, അധികം പുളിയില്ലാത്ത തൈരും മോരൊക്കെ നിരന്തരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും കൂടെ കൂട്ടാൻ, അത് വർദ്ധിപ്പിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ പച്ച മഞ്ഞൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണത്തിൽ ഒരുപാട് പഞ്ചസാരയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. അതായത് പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ ഏതൊരു ബാക്ടീരിയയും അല്ലെങ്കിൽ ഫംഗസ് ആയിക്കോട്ടെ കൂടുതലായിട്ട് വളരാൻ തുടങ്ങും. അതുകൊണ്ട് പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ബേക്കറി, മൈദ പലഹാരങ്ങളൊക്കെ പരമാവധി അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഭക്ഷണക്രമം ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു അസുഖത്തെ മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇനി നോമ്പുകാലമാണ് വരാൻ പോകുന്നത്. നോമ്പുകാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്ന സമയത്തും ഈ ഒരു ഭക്ഷണ രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര പൂർണ്ണമായിട്ടും ഒരു മാസം ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അത് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എൻ്റെ ലൈഫിലും അതുപോലെ തന്നെ എൻ്റെ പേഷ്യൻസിൻ്റെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ടിപ്സ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രോബയോട്ടിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നാച്ചുറൽ ആയിട്ട് നമുക്ക് യൂറിൻ്റെ അളവ് കൂട്ടാനും മൂത്രത്തിൻ്റെ അളവ് കൂട്ടി ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഡ്രിങ്ക്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഞെരിഞ്ഞില് വെള്ളം, അതുപോലെ തന്നെ തഴുതാമ ഇട്ട് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ ബാർലി വെള്ളം, കരിക്കിൻ വെള്ളം. ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് നിങ്ങൾ ഒരു നേരം ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്കാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് തടയാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുക, വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സുകൾ ഈ ഇത്തരം രോഗികൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണമെന്നും പല ഡോക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള ഫ്രൂട്ടായിട്ട് നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നുണ്ടാവുക ഈ പറയുന്ന ഓറഞ്ചാണ്. പക്ഷെ ഓറഞ്ചിനേക്കാളും വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പറയുന്ന പേരക്ക. പേരക്ക എന്ന് പറയുന്ന വിറ്റാമിൻ സി കണ്ടന്റ് ഈ ഓറഞ്ചിനേക്കാൾ 5 ഇരട്ടി ഈ ഒരു പേരക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ, നിരന്തരം വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഒരു നേരമെങ്കിലും ഈ ഒരു പേരക്ക ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നോമ്പ് കാലത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാഷ്യം കണ്ടന്റ്, നമ്മൾ വിചാരിക്കും നേന്ത്രപ്പഴത്തിലാണ് പൊട്ടാഷ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളതെന്ന്. പക്ഷെ ഇതിലേറെ 2 ഇരട്ടി കൂടുതലുണ്ട് നമ്മൾ ഈ പറയുന്ന പേരക്കയിൽ. ഈ പേരക്ക നമുക്കറിയാം ചുവപ്പ് കളറിൽ അവൈലബിൾ ആണ്, വെള്ള കളറിലും നമുക്ക് കിട്ടാറുണ്ട്. ഈ ചുവപ്പ് കളറിലുള്ള പേരക്ക അധികം നമുക്ക് ഹീമോഗ്ലോബിൻ, അത് രക്തത്തിൻ്റെ അളവ് കുറവുള്ള ആളുകൾക്ക് ഈ ചുവപ്പ് കളറുള്ള ഉൾഭാഗത്ത് ചുവന്ന കളറിലുള്ള പേരക്ക ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് മലബന്ധമുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രമേഹമുള്ള ആളുകൾ, അല്ലെങ്കിൽ മധുരം കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, വെയിറ്റ് ലോസിന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ള കളർ ഉൾഭാഗത്തുള്ള ഈ ഒരു കുരു അടങ്ങിയിട്ടുള്ള പേരക്കയാണ് വളരെയധികം നല്ലതായിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരും നിർബന്ധമായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പക്ഷേ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ള ആളുകളാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം ഇത് ഉൾപ്പെടുത്തിയാൽ മതി. ഡെയിലി കഴിക്കേണ്ടത് വളരെ നിർബന്ധം ഇല്ല. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സുകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള പേരക്ക, പപ്പായ, ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ നിർബന്ധമായിട്ടും ഇത്തരം ആളുകൾ കൃത്യമായിട്ട് ഡയറ്റിലും കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് പറയുന്ന ഒരു ടിപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവുക ധാരാളം വെള്ളം കുടിക്കണം എന്നാണ്. ഒരു 3-4 ലിറ്റർ വെള്ളം നിരന്തരം എടുത്ത് കുടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് കുടിച്ചിട്ടില്ല എങ്കിൽ നമുക്കിതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. വെള്ളം ധാരാളം കുടിക്കണം എന്നില്ല. കാരണം നിങ്ങളുടെ മൂത്രത്തിൻ്റെ കളർ നോക്കുക. മൂത്രത്തിൻ്റെ കളറ് ഒരു നോർമൽ ക്ലിയർ വാട്ടറിൻ്റെ ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ മഞ്ഞ കളറ് അല്ലെങ്കിൽ ചുവപ്പ് കളറ്, ബ്രൗൺ കളറൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടാനും കൂടെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്രത്തിൻ്റെ അളവ് അല്ലെങ്കിൽ കളറ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും.
പക്ഷേ ഈ കുടിക്കുന്ന വെള്ളം എപ്പോൾ കുടിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം പലരും നമുക്കറിയാം രാവിലെ എണീറ്റ ഉടനെ ഒരു ബെഡ് കോഫിയാണ് അധികം ആൾക്കാരും കുടിക്കാറുള്ളത്. ആ ഒരു ശീലം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു 1-2 ഗ്ലാസ് വെള്ളം, സാധാ ക്ലിയർ ആയിട്ടുള്ള പച്ചവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കുന്ന ഒരു സമയമാണ് രാത്രി. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാനും ഡീഹൈഡ്രേഷൻ കുറക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എക്സസൈസിൻ്റെ തൊട്ട് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. എക്സസൈസ് ചെയ്യുന്ന ഓരോ 15 മിനിറ്റിലും നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം. അത് കഴിഞ്ഞാലും നല്ലപോലെ വേർതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി നല്ലപോലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ, പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, അതിന് ശേഷവും അത്യാവശ്യത്തിനൊരു 2-3 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇടനേരങ്ങളിൽ വിശപ്പ് വരുന്ന സമയമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു 11 മണി അല്ലെങ്കിൽ വൈകുന്നേരം 3:30-4 മണിക്കൊക്കെ നമുക്ക് ഇടനേരങ്ങളിൽ നല്ല വിശപ്പ് വരും. കാരണം അത് ബ്രെയിനിന് നമുക്കറിയാം വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നലും അതുപോലെ തന്നെ ദാഹത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നലും നമ്മൾ ബ്രെയിനിൽ നിന്നാണ് വരുന്നത്. പലപ്പോഴും ബ്രെയിനിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ഈ 2 സിഗ്നലുകളും തമ്മിൽ. ഈ ഒരു വിശപ്പ് ഉണ്ടാക്കുന്ന സിഗ്നലാണോ അല്ലെങ്കിൽ ദാഹം ഉണ്ടാക്കുന്ന സിഗ്നലാണോ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് എത്തുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ധാരാളം ഭക്ഷണമാണ്, പ്രത്യേകിച്ച് സ്നാക്സുകൾ, ജങ്ക് ഫുഡൊക്കെയാണ് ആ ഒരു ഇടനേരങ്ങളിൽ നമ്മൾ കഴിക്കുക. അപ്പം അതിന് പകരം ആ നേരത്ത് നിങ്ങൾ വെള്ളം കുടിക്കുക. ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാനും നമുക്കതുപോലെ തന്നെ ശരീരത്തിൽ ഒരുപാട് വെള്ളം കിട്ടാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്ത്രീകളിലാണെങ്കിൽ പെൺകുട്ടികളിലൊക്കെ പീരിയഡ്സിൻ്റെ സമയത്ത് പല ആളുകളും വെള്ളം കുടിക്കാറില്ല. കാരണം അവർക്കൊരു ബ്ലോട്ടിങ്, പ്രത്യേകിച്ച് ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയൊക്കെ ശരീരത്തിൽ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് വെള്ളം ആവശ്യമായിട്ടുള്ളത്. ഡീഹൈഡ്രേഷൻ വരുന്ന സമയമാണ് പീരിയഡ്സിൻ്റെ സമയം. ആ സമയത്ത് കൃത്യമായിട്ട് വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് പലരും ഇതിന് റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറികടന്ന് നമ്മൾ കോഫി, ചായയൊക്കെ നിരന്തരം കുടിക്കുന്നത് കാണാറുണ്ട്. ആ കോഫി കുടിക്കുന്ന ശീലം ഒന്ന് ഒഴിവാക്കുക. കാരണം പലപ്പോഴും കോഫി നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉണർവ് കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് വളരെയധികം സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് നമുക്ക് ഈ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഡീഹൈഡ്രേഷൻ ആണ് ഈ ഒരു കോഫി കാരണം നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് കോഫി, ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് വെള്ളം അല്ലെങ്കിൽ പാനീയങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നാരങ്ങ വെള്ളം ഇതിന് വളരെയധികം നല്ലതാണ്. പഞ്ചസാര കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്നാക്സുകൾ, ബേക്കറി ഐറ്റംസും ഈ ഒരു ഇടനേരങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും അധികം നല്ലത്. അപ്പോൾ ഈ പറയുന്ന 3 ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. 4ാമത്തെ ഒരു ടിപ്പ് പറയുന്നത്, കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ശരീരം ചില സമയത്ത് വാർണിംഗ് സൈൻസ് കാണിച്ചു തരും. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളിൽ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് പനി വരിക. പനി എന്ന് പറയുമ്പോൾ ഭയങ്കര ചിൽസ്, വിറയലോട് കൂടിയിട്ടുള്ള പനി വരിക, അതിനോടൊപ്പം ഛർദി, ഓക്കാനം ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി ഭാഗത്തേക്കും കൂടെ ഇൻഫെക്ഷൻസ് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ഒരു കിഡ്നിയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഊരിയുടെ 2 ഭാഗത്തും തൊട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് വളരെയധികം വേദന അനുഭവപ്പെടും. മൂത്രത്തിൽ രക്തം കണ്ടുവരും. ചില കേസുകളിൽ മൂത്രത്തിന് തടസ്സം അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് നിർബന്ധമാണ്. അത്തരത്തിലുള്ള കേസുകളിൽ കൃത്യമായിട്ട് ടെസ്റ്റുകൾ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ 4 ടിപ്സ് അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാതിരിക്കാൻ, അതിനെ തടയാനൊക്കെ സഹായിക്കുന്ന 4 ടിപ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂത്രത്തിൽ പഴുപ്പിനെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി തീരെ 4ാമത്തെ ടിപ്പിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്തെങ്കിലും ശരീരം കാണിച്ചു തരികയാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ പോയി കാണുക. കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു കേസുകളിൽ, ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് രോഗനിർണയം കൃത്യമായിട്ട് നടത്തും. എന്തുകൊണ്ടാണ് ഈ ഒരു രോഗിക്ക് ഈ ഒരു അസുഖം വരുന്നത് എന്ന് കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയതിന് ശേഷമാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടിയാണ് കൃത്യമായിട്ട് രോഗനിർണയവും അതുപോലെ മരുന്ന് നിർണയവും നടത്തി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഒരുപാട് നല്ല മരുന്നുകൾ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ കൊടുത്തു വരാറുണ്ട്. പലപ്പോഴും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല മരുന്നുകൾ, പ്രത്യേകിച്ച്
നമ്മുടെ ഹോമിയോപ്പതിക് ജർമ്മൻ മരുന്നുകൾ ഇത്തരം രോഗികളിൽ നമ്മൾ കൊടുത്തു വരാറുണ്ട്. ഒരുപാട് രോഗികൾക്ക് നമ്മൾ ഇത്തരം ഈ ഒരു പറഞ്ഞ പോലെ ടിപ്സുകൾ അല്ലെങ്കിൽ ഡയറ്റ് ചാർട്ടുകൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഇത്തരം നമ്മൾ ഒരു സംയോജിപ്പിച്ച ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെയാണ് ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാനും കൂടെ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വേനൽക്കാലത്ത് അല്ലെങ്കിൽ നോമ്പ് കാലത്ത് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. ഈ ഒരു വീഡിയോ കാണുന്ന സ്ത്രീകളാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഓൺലൈൻ പരിശോധന ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പറയാം. അവർക്ക് മരുന്നുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ സംവിധാനവും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CS, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.